ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യണമെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വീട്ടമ്മയാണ്, മാത്രമല്ല യൂട്യൂബ് വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ടൈമിംഗാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങളും ഇതുപോലെ റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്ന നല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റു ആദ്യം തന്നെ ടാസ്ക് ആയിരുന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, ബ്ലാങ്കറ്റ് മടക്കി വയ്ക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:15. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുക, പാത്രങ്ങൾ വാഷ് ചെയ്ത് വെച്ചൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രേയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് വരും. അപ്പോൾ അതൊക്കെ വെക്കാൻ നമ്മൾ ഒരു സ്പേസ് വേഗം ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അരി കഴുകി വെക്കുകയാണ് കുക്കറിൽ. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് വേവിക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞു. കുക്കറിലൊക്കെ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അത് വെക്കും കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുക്കറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെയൊക്കെ എന്തായാലും അത് ആദ്യം കുക്കറിലുള്ളത് അവിടെ വെക്കും. അത് കഴിഞ്ഞ് ബാക്കി പണികൾ നമുക്കവിടെ സൈഡിൽ ചെയ്യാം. അവിടെ സ്റ്റൗമ്മ എന്തെങ്കിലും ഒരു പണി നടന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ സമയം 5:30 മണിയായി. ഇപ്പം എൻ്റെ പ്രയറിൻ്റെ സമയമാണ്. ഒരു 15 മിനിറ്റാണ് പ്രയർ ഉള്ളത്. ആ പ്രയർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ പ്രയർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 5:45. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും അതോടൊപ്പം തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറിയും ബ്രെഡുമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഉള്ളിത്തണ്ട് കൊണ്ടുള്ള തോരനുമാണ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ളതും ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. കാരണം സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ സെയിം ആയിട്ട് അതിലെ ഇൻഗ്രീഡിയൻസ് ഏകദേശമൊക്കെ സെയിമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചോറ് അവിടെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് വിസിലൊക്കെ അടിച്ചത് സെറ്റായിട്ടുണ്ട്. ഞാൻ സാധാരണ അരി വേവിക്കുമ്പോൾ കുക്കറിലിടാണെങ്കിൽ ഒരു 2 വിസിലടിച്ചിട്ട് അവിടെ അങ്ങനെ വെക്കും. ഫുൾ പ്രഷർ പോയി കഴിയുമ്പോൾ ഊറ്റിയെടുക്കും. വേവ് കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. കറക്റ്റായിട്ട് വിസിലടിച്ചത് എടുക്കുകയാണെങ്കിൽ വേവ് കൂടാതെ തന്നെ കിട്ടും. ഞാൻ മിക്കപ്പോഴും ചോറ് കുക്കറിൽ തന്നെയാണ് വെക്കാറുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുപ്പത്ത് പുറത്ത് വെക്കാറ്. കാരണം രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങനെ പറ്റാറില്ല കേട്ടോ, സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കറിയാണ് ആദ്യം ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഈ ഒരു കറി നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് മസാലയൊക്കെ പിടിച്ച് കറിക്ക് നല്ലൊരു കട്ടിയൊക്കെ കിട്ടും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മുട്ടക്കറി ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുത്തു. ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, അതും കൂടി ചേർത്ത് നന്നായി ഇങ്ങനെ മൊരിയിച്ചെടുത്തു. അതിലേക്ക് 2ാം പാൽ ഒരു 2-2.5 കപ്പോളം നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായിട്ടൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനവിടെ കോഴിമുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറി നന്നായൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും തിളച്ചൊക്കെ ഏകദേശം സെറ്റായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തീ കുറച്ച് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. ലാസ്റ്റ് ഞാൻ ചെയ്യാറുള്ളത് കുറച്ച് വേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് ഒന്നും കൂടി ഇത്തിരി കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ല് അതിൽ നിൽക്കും. ഇനി കോഴിമുട്ടയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. കോഴിമുട്ട ചേർക്കുന്ന സമയത്ത് ഒന്ന് വരഞ്ഞിട്ട് ചേർത്താൽ നല്ലതായിരിക്കും. അങ്ങനെ സമയം ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ 2 പേരും 6 മണിയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കുടിക്കുകയാണ്, പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ഒരു 6:30 ആയിട്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് പോയിട്ട് ലഞ്ചിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള കറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ മുരിച്ചെടുത്തു, വേപ്പിലയും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ, വേറെ വലിയ സ്പെഷ്യലൊന്നുമല്ല. സൺഡേസിലാണ് ഞാൻ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുക.
അങ്ങനെ നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം കേട്ടോ. അങ്ങനെ നന്നായി അത് വെന്ത ശേഷം നമ്മൾ അതിൽ നിന്നും ഒരു 1/4 ഭാഗം മസാല ഒന്ന് എടുത്തിട്ട് മാറ്റുക. ഇത് നമ്മൾ മിക്സിയിൽ അരച്ച് ചേർക്കാനാണ്, കറിക്ക് കുറച്ച് തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല, എരിവിനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരിക മസാലയിൽ. ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ അപ്പോൾ അതിൻ്റെ പാകമായി മസാല കുത്തൊക്കെ പോയി നല്ലതായിട്ടുണ്ടാവും. ഈ കാണുന്ന രീതിയിലാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു 2 ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു അരപ്പ് ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിനായിട്ട് മുഴുവൻ മസാലകളിൽ 1 പീസ് കറുവപ്പട്ട, 3 ഏലക്കായ, 1 തക്കോലം, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് നന്നായി ഒന്ന് പൊടിച്ച് ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വഴറ്റി വെച്ച മസാല ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇവിടെ ചിക്കൻ കറിയിൽ നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് മൂടി വെച്ച് ചിക്കൻ നന്നായി വേവിച്ചെടുക്കുക. ഗ്രേവി എത്രത്തോളം വെള്ളം നമുക്ക് ചേർക്കാം. അത് വേവുന്ന നേരം കൊണ്ട് ഞാനിവിടെ ചോറ് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് ഊറ്റിയെടുക്കുകയാണ്. നന്നായി വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ചോറ് ഊറ്റി വെച്ച ശേഷം ഞാനിവിടെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കുകയാണ്. ഉപ്പേരി നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉള്ളിപ്പൂവ് കൊണ്ടുള്ള തോരനാണ്. ഉള്ളിപ്പൂവ് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനിങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ കടകളിൽ ഞാൻ അടുത്ത് കണ്ടപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റ്. എനിക്കിഷ്ടമായിട്ടാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ. അപ്പോൾ നിങ്ങളും ഇതിങ്ങനെ വാങ്ങി കഴിക്കാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ കറി ഇവിടെ തിളച്ചിട്ട് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി അത് അവിടെ തിളക്കട്ടെ. കറിക്ക് കുറച്ച് തിക്നെസ്സും കിട്ടും. പിന്നെ മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവറും ആ സ്മെല്ലൊക്കെ വരും. അങ്ങനെ കറി ഏകദേശം നമ്മൾ തിളപ്പിച്ചെടുത്തൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് അവസാനം ഇട്ട് കൊടുത്തിട്ട് കറി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇത് ഉച്ചയ്ക്ക് ഇരുന്ന് വരുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആവും. പിന്നെ മസാല അരപ്പ് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ കറിക്ക്. ഇനി ഞാൻ ഉപ്പേരിക്കുള്ളത് ഇവിടെ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് കടുക് പൊട്ടിച്ചു. അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തുള്ളതിലേക്ക് ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കഴുകി വാരി എടുക്കുക കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. വേറെ പ്രത്യേകിച്ച് വെള്ളമോ കാര്യമൊന്നും ചേർക്കേണ്ട, വേഗം വേവും. ആ കഴുകി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം മതി ഇതിന്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു മൂടി വെച്ചിട്ടൊരു 1/4 ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് നാളികേരം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ഒന്നും കൂടി അങ്ങോട്ട് വേവിക്കുക. ശരിക്കും നമ്മുടെ ഉള്ളിയൊക്കെ കഴിക്കുന്നൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു പൂവിന്. ഉള്ളിപ്പൂ എന്നാണ് പേര്. അപ്പോൾ ഉള്ളിയുടെ ഒരു ഫ്ലേവർ തന്നെയാണ് ഇതിന്. പക്ഷേ എന്തൊരു പ്രത്യേക രസമുണ്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാവുമ്പോൾ നമ്മൾ നിർത്തുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാനിവിടെ പാത്രങ്ങൾ കുറച്ച് കഴുകുന്നുണ്ടായിരുന്നു. ഈ ബാലൻസ് കുറച്ചും കൂടി പാത്രങ്ങളുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും കഴുകണം. എനിക്ക് കറികൾ എത്ര വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ പാത്രം കഴുകാനാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. അങ്ങനെ സമയം 8 മണി ആവാറായപ്പോൾ ഞാൻ വേഗം തന്നെ മക്കളുടെ അടുത്തേക്ക് പോയിട്ട് അവർ മുടിയൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ റോസുവിനെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആക്സസറി പുതിയതായിട്ട് അവൾക്ക് ബർത്ത്ഡേക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ കുറേ ആയി ഇത് ഓൺലൈനിൽ ഇങ്ങനെ കാണുന്നു, മുടിയും ഇങ്ങനെ കെട്ടി കൊടുക്കുന്ന ഈ ഒരു സംഭവം. ടെലിഫോണിൻ്റെ ഒക്കെ വയറുണ്ടല്ലോ നമ്മുടെ, അതുപോലെ ഒരു സംഭവം തന്നെ. അപ്പോൾ അതിൻ്റെ അറ്റത്തൊരു ചെറിയ ഫ്ലവർ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ടെലിഫോണിൻ്റെ വയർ നമ്മൾ മുടി വെച്ച് ഇറ്റി എങ്ങനെ ഇരിക്കുക അതുപോലെയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. കുറച്ച് ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കാനും സഹായിക്കും. നല്ല രസമുണ്ട്. ഇത് കുറേ കളേഴ്സിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാനിങ്ങനെ 2 എണ്ണം ആയിട്ടുള്ളതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അവൾ കെട്ടിയിട്ടാണ് ഇന്ന് സ്കൂളിൽ പോണത്. അങ്ങനെ അവർ രണ്ടുപേരൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ഇനി ഇത് കഴിഞ്ഞ് ചെയ്യാനില്ല.
അപ്പോൾ അങ്ങനെ നമ്മുടെ ദേ ഒരു കറിയും അതുപോലെ തന്നെ ബ്രെഡൊക്കെ ദേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് സെറ്റാക്കി. അപ്പോൾ നമുക്കിനി വേഗം തന്നെ കഴിക്കാം. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞു. അപ്പോൾ മക്കളെ രണ്ടുപേരും ക്ലാസ്സിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് അവിടെ അങ്ങനെ നടക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ഒരു 9:30 വരെ അവിടെ ഇരിക്കും കേട്ടോ, ഒരു 45 മിനിറ്റ്സ് ഒക്കെ. കാരണം എനിക്ക് ഇത്രയും നേരം നമ്മൾ പണിയെടുത്തപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ സമയം 9:30 മണിയായി. അപ്പം ഞാൻ വേഗം തന്നെ വീടൊന്ന് അടിച്ച് വാരിയിടാണ്. പെട്ടെന്നുള്ള ക്ലീനിങ് കേട്ടോ, ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് അങ്ങനെ അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒരുവിധമൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ പ്ലാൻ ചെയ്താൽ മതി, അതനുസരിച്ച് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം കേട്ടോ. മടി പിടിച്ച് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് തോന്നില്ല. മടിയില്ല, ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ തോന്നാറുണ്ട്, നമ്മുടെ മനസ്സിൽ അമിതമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കാര്യം നമ്മൾ ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ്. നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറേ ചിന്തകളൊന്നും വരില്ല, നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഞാൻ കുറച്ച് നേരം ഈ ഫോൺ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികൾ കുറച്ച് അലക്കി ഇതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അതൊക്കെ എടുക്കാം, മടക്കാനുണ്ടെങ്കിൽ മടക്കി വെക്കാമെന്നൊക്കെ വെച്ച് മുകളിൽ പോയിട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്കത്ര ഇഷ്ടമുള്ള പണിയല്ല കേട്ടോ തുണികൾ മടക്കി വെക്കൽ. പക്ഷെ മടക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഉണങ്ങിയത് അപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മടക്കി കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഉണങ്ങി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് ഒരു 5-6 ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മടക്കി വെക്കുകയാണ്. പണ്ട് ഞാൻ അങ്ങനെ കൂട്ടി വെക്കും ഒരു ലോഡ് തുണി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോയുടെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത്രയും വേഗം പണികൾ തീർക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്, വീഡിയോ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. ഈ പണികളൊന്നും എൻ്റെ മര്യാദയ്ക്ക് തീർന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം വീഡിയോ ചെയ്യാനും പറ്റില്ല, വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡിലേ വരുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഒരു കാര്യം ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ വീട്ടിലുള്ള പല മാറ്റങ്ങൾ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പണികൾ നടക്കില്ല. അങ്ങനെ സമയം 12:45 ഞാൻ ലഞ്ച് കഴിച്ചു. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ന്യൂസ് കാണുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 2 മണിയായപ്പോൾ ന്യൂസൊക്കെ കണ്ടു, പിന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏകദേശം 2-2.5 ദിവസമൊക്കെ എടുക്കും എനിക്ക്. വീഡിയോ ഷൂട്ട് ചെയ്ത് കിട്ടണം, അത് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള പണികൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് എടുക്കാറുണ്ട്. വീഡിയോ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അത്രയും ടൈം തന്നെ എടുക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ജോലികളുടെ ഇടയിലുള്ള സമയത്തല്ല ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേയും കൂടി വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ നോക്കുന്നത്. മാക്സിമം എത്രയും വേഗം ഉണ്ടാക്കിയാൽ അത്രയും വേഗം ഒരു വീഡിയോ ഇടാമെന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും വീട്ടിലുള്ള പല ഡിസ്റ്റർബൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പണി അവിടെ സ്റ്റക്കായി പോകും. അങ്ങനെ ഞാൻ 3:45 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പണിയൊക്കെ നിർത്തി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. മക്കൾ ക്ലാസ് വിട്ടിട്ട് വരും, വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ചായ കുടിച്ച് വേഗം തന്നെ ട്യൂഷന് പോവും. ആ നേരത്ത് അവർ വേറെ വലിയ സ്നാക്സ് കഴിക്കാനായിട്ട് നിൽക്കില്ല. ട്യൂഷൻ വിട്ട് വന്നിട്ടാണ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മോമോസ് പോലത്തെ ഒരു സംഭവമാണ്, ഒരു ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ കവറിങ് ഒക്കെ ആയിട്ടുള്ളൊരു മോഡൽ സംഭവം. മോമോസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാനൊരു പരീക്ഷണം ചെയ്യണമായിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി എനിക്ക് അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തു. ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കുന്നതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് പൊടിച്ചെടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് ഇതിലേക്ക് 2 ക്യാരറ്റ് നൈസായിട്ട് ചോപ്പ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് മൂടി വെക്കുകയാണ്. പിന്നെ ക്യാരറ്റും അതൊക്കെ കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും ഞാനതിന് വേണ്ടിയിട്ടുള്ളൊരു മാവ് കുഴച്ചെടുക്കുകയാണ്. മൈദപ്പൊടി ചേർത്തിട്ടുള്ള മാവ് കുഴക്കണേ. 2 കപ്പ് മൈദപ്പൊടിയിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് മാവ് നന്നായി കുഴച്ചെടുക്കുക. ഇത് നന്നായി കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇത് മോമോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ കണ്ടക്കണം. പക്ഷേ അതിൽ ഉണ്ടാക്കുന്ന ഫില്ലിങ് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ശരിക്കും മോമോസിൻ്റെ. അപ്പോൾ അതെനിക്ക് അങ്ങനെ അറിയില്ല. ഞാനപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതേ മാവ് നമ്മളൊരു അരമണിക്കൂറൊന്ന് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നന്നായി പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുത്തിട്ട് ഇത്തിരി മൂർച്ചയുള്ളൊരു ചെറിയ റൗണ്ട് പാത്രം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കത് ആവിയിലാണ് വേവിച്ചെടുക്കണേ. ഞാൻ ഇതിൻ്റെ പകരം ഈ ഒരു സംഭവം അങ്ങനെ മേടിച്ചാട്ടോ ഇപ്പോൾ അടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഞാൻ അത് ആദ്യമായിട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത വട്ടം ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞുതരാം എങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയില്ലേ, മാവ് നന്നായി പരത്തി ഇങ്ങനെ ഓരോ റൗണ്ടുകൾ കട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ അവധി ദിവസമാണ് ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് എന്തോ ഈ ഒരു സംഭവം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്നാക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ എടുത്ത സമയത്ത് അതിന് കുറച്ച് പീസസൊക്കെ മാറ്റി വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാനത് ഈ ഒരു മാവ് ഇങ്ങനെ കനം കുറച്ച് പരത്തി ഇതുപോലെ റൗണ്ട്സ് ഉണ്ടാക്കി ഫില്ലിങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഒന്നുകിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഓയിലിൽ ഫ്രൈ ചെയ്താൽ. പക്ഷേ അത് ഹെൽത്തി അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആവിയിൽ വേവിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനിതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് ആവിയിൽ വേവിക്കാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചതിലും സമയം എടുത്തു കേട്ടോ. മക്കൾ ട്യൂഷൻ വിട്ട് വന്നപ്പോഴേക്കും ഇത് ഫുള്ളായിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേ ഉണ്ടാക്കി ഈ രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും വേഗം സോസ് ചേർത്തിട്ട് അത് കഴിച്ചു. അപ്പോൾ ഇത് ഇന്ന് പൊട്ടിച്ച് എനിക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, സാവകാശം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നല്ലൊരു സ്നാക്കായിരുന്നു കേട്ടോ, നല്ല ഐഡിയ ആണ്. ഞാൻ ഇനി വീഡിയോ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടും പറയാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും 6:30 മണിയായിട്ടുണ്ടായിരുന്നു. ഈ സ്നാക്ക് ഐറ്റം ഫുള്ളായിട്ട് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിച്ച് സമാധാനമായിട്ടൊക്കെ വന്നപ്പോഴേക്കും സമയം 7 മണിയായി. അപ്പോൾ ഞാൻ എന്തായാലും ഇനി കിച്ചണിലുള്ള പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ലാസ്റ്റ് ഞാൻ സാധാരണ സ്റ്റൗ ക്ലീനിങ്ങും വാഷ് ബേസിൻ ക്ലീനിങ്ങും ഒക്കെ ഞാൻ ചെയ്യാറുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകണതിൻ്റെ ഒപ്പമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ട് പോവാം. അപ്പം ഇനി ഡിന്നറിൻ്റെ ആ പാത്രങ്ങൾ മാത്രമല്ലേ കഴുകാനുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ ചെയ്തിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ സ്നാക്ക് ഐറ്റമൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല രസമാട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാകുമ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ നല്ല രസമാണെങ്കിൽ അത് കഴിഞ്ഞാൽ ക്ലീനിങ് ഓർക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വിഷമം. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം സ്റ്റൗവിൻ്റെ ഏരിയയും കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ വൃത്തിയാക്കി. അതുപോലെ തന്നെ സിങ്കും കൂടി ഞാനൊന്ന് സ്ക്രബ് ചെയ്തിട്ട് അതും കൂടി വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ് വേഗം ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാത്രങ്ങൾ കുറച്ച് വൈകുന്നേരം കഴുകാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഫ്രഷായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ സമയം ഇപ്പോൾ 8 മണിയായി. അപ്പോൾ നമ്മൾ ഫ്രഷായി റെഡിയായി. ഒക്കെ ഈവനിങ് റൂട്ടീൻ ഏകദേശം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നൈറ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ 8 മണി കഴിഞ്ഞാലാണ് പ്രയർ എത്തിക്കുക. പ്രയർ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റെസ്റ്റ് എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ ഇങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.